പുതുമ വരുന്നത്. ഇത് അതെ അതെ, അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞു പോയതാണ് അറിവ് മുഴുവനും. മനസ്സിലായ? അതെ അതെ അതെ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇത് അനുഭവത്തില് മനസ്സിലാക്കണം എന്ന് പറയില്ലേ, ഈ മനസ്സിലാക്കൽ പോലും പ്രശ്നമാണ്. കാരണം നമ്മളൊരു കാര്യത്തില് അനുഭവത്തിലല്ലാത്തോളത്തോളം അത് പറച്ചില് മാത്രമാണ്. ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നമ്മള് അനുഭവിക്കാത്തൊരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് കറക്റ്റ് ആവൂല. കാരണം അത് നമ്മൾ മനസ്സിലാക്കലാണ്. മറ്റേത് നമ്മൾ നമ്മളെ ആ നിമിഷത്തിൽ നമ്മളായിട്ട് അനുഭവിച്ചു പോകുമ്പോഴേ അത് നമുക്ക് ഇങ്ങനെ നിഹാസേ നമുക്ക് എളുപ്പമാണ്. ഒരാൾ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നു, ഓക്കെ. ഒരാൾ നമുക്ക് ഒരു ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ വന്ന് നമ്മളോട് സംസാരിക്കുന്നു. നമ്മൾ അയാളെ കേൾക്കണം. എന്തു ചെയ്യണം? നമ്മൾ അയാളെ കേൾക്കണം. കേൾക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? അയാളെ കേൾക്കുക എന്ന് വെച്ചാൽ അയാൾ എന്താണ് പറയുന്നതെന്ന് നമ്മൾ അനുഭവിക്കണം. അയാളായിട്ട് മാറണം നമ്മൾ. ഓക്കെ. അതായത് ഒരു അപരിചിതൻ വന്ന് നമ്മളോട് സംസാരിക്കുന്നു, ഓക്കെ. അയാൾ പറയുമ്പോൾ നമ്മൾ അയാളെ കേൾക്കണം. കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരു തീരുമാനമൊന്നുമില്ലാതെ, യാതൊരു തീരുമാനം നമ്മൾ പരിപൂർണ്ണ നഗ്നനായിട്ട് കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ മനുഷ്യനുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് അയാളുടെ ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്, അവിടെ നമ്മൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ കേൾക്കുന്നു? കേൾക്കാൻ കാരണം എന്താണ്? നമ്മൾക്കവിടെ ഒരു പക്വതയുണ്ട്, നമുക്കവിടെ ഒരു പരിശുദ്ധിയുണ്ട്. അപ്പോഴേ കേൾക്കാൻ പറ്റത്തുള്ളൂ. ഈ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധി ഇല്ലെന്നാണ് അർത്ഥം. കേൾക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ പരിശുദ്ധിയില്ല. നീ എന്താടാ പറഞ്ഞത്, നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞ് തർക്കവും അടിയും വഴക്കും വരുന്നു എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് വിശുദ്ധിയില്ല, പരിശുദ്ധിയില്ല, പ്രാപ്തിയില്ല, ഒന്നുമില്ല. നിഹാസിനെ ഞാൻ കേൾക്കുമ്പോൾ നിഹാസിനെ കേട്ടു, അവിടെ സെബാസ്റ്റിന് ഇല്ല. അതെ, എന്നാലല്ലേ നമുക്ക് കമ്മ്യൂണിക്കേഷനുള്ളു. ഞാൻ കേൾക്കട്ടെ, നിഹാസ് പറഞ്ഞ് നോക്കട്ടെ, ഞാൻ എടുക്കാൻ പറ്റുമില്ലെന്ന് ആലോചിക്കട്ടെ. അങ്ങനെയല്ല, അത് നടക്കത്തില്ല. അങ്ങനെ ആലോചിച്ചിട്ട് എടുക്കുന്നത് നമ്മുടെ ഒരു ശരീരമാണ്. അതെ അതെ, മറ്റേത് സമഗ്രത കൊണ്ടാണ് കേൾക്കുന്നത്. അവിടെ ഞാനെന്ന് പറഞ്ഞ അവസ്ഥ ഇല്ല അവിടെ. അതെ, അപ്പോഴാണ് നമുക്കവിടെ പൊരുത്തം വന്നില്ലേ. ഓ, നീ ഞാനും ഒന്നാണ്. അപ്പോൾ ആ വ്യക്തി ഒരു കാര്യം പറയുന്നു, അത് നമ്മൾ അനുഭവിക്കുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ എന്താണ് അടുത്ത കണ്ടിന്യൂഷൻ കൊണ്ട് പോവുകയാണ്. പിന്നെ ആ വ്യക്തിക്ക് മോചനം കിട്ടുകയാണ്. മനസ്സിലായേ? അതിന് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ അല്ലേ ഷിഹാബല്ലേ? അപ്പോൾ ഷിഹാബ് ഇവിടെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഷിഹാബിനെ കേട്ടു, ഷിഹാബിൻ്റെ കൂട്ടത്തിലിരുന്ന്, വേറെ ഒന്നും ചെയ്തില്ല. അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്താ ഇന്നലെ പറഞ്ഞത്, അവന്റെ ആശാണ്ടായിരുന്നു ഫുള്ള് അവന്റെ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇവന്റെ ഒപ്പം ചേർന്ന് നിന്നപ്പോ അയാള് നല്ല കുടിയലായിരുന്നു. ഒരാഴ്ചയായിട്ട് മൂപ്പർക്കും ഇവനായിട്ടും ചേർന്ന് നിന്നപ്പോ അയാൾക്ക് ഒരു തിരിച്ചറിവുണ്ടാവണം, അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. എന്നിട്ട് ആള് സ്ലോവലി ഈ പരിപാടി ഓട്ടോമാറ്റിക്കലി അയാൾ വിട്ടുപോയി. ഷിയാബിന്റെ അടുത്ത് എന്ത് പറയാം, അപ്പൊ അയാള് ഭയങ്കര ഇതായി. സ്വമേധയാ ഒരു കണക്ഷനിൽ തിരിച്ചറിവുണ്ടാവണതാണ്. ഓരോരുത്തരും അവരവരുടെ ഉള്ളിൽ നിന്ന് തെളിവുണ്ടാവണതാണ്. അത്രേ ഉള്ളു. ഇതാണ് പറയുന്നത്. മനസ്സിലായി? ഇത് ഒരാളുടെ കുത്തകയിൽ ഒരു ഗുരു ഇല്ല ഇവിടെ. മനസ്സിലായ? ഇപ്പൊ ഷിയാബിന്റെ ഭാഗത്തോട്ട് ഷിയാബ് ഇവിടെ വന്ന് നമ്മളുടെ സഹകരിച്ച് ഷിയാബിന്റെ മദ്യപാനത്തിൽ നിന്ന് മാറി, ഇത് ഷിയാബിൽ നിന്ന് അടുത്ത ആളിലോട്ട് അയാളുടെ മദ്യപാനം മാറുന്നു. അതാണ് ജീവിതം. അല്ലെങ്കിൽ ആദ്യം വേറെ കൂടുതലൊന്നും നമ്മൾ തെളിമേല് നേരത്തെ പറഞ്ഞ പോലെ നമ്മളാ ഒരിതില്
നിന്ന് മാത്രം മതി. വേറെയുള്ള കാര്യങ്ങളൊക്കെ മതി ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിയും കാര്യങ്ങളാണ്, മൈൻഡൊക്കെ. അതെ. അപ്പം സത്യസന്ധത, ഷിയാബിന് നിഷ്കളങ്കത ഉണ്ടായിരുന്നു, സത്യസന്ധനായിരുന്നു. മനസ്സിലായ? ഇത് ഭയങ്കര വലിയ വിദഗ്ധന്മാർ, ശരിയാകില്ലെന്ന് ഞാൻ നോക്കട്ടെ, ഇവനെ ഒന്ന് ഞാൻ പരീക്ഷിക്കട്ടെ എന്ന് പറയുന്നവർക്കുള്ളതല്ല ഇത്. മനസ്സിലായ? അവിടെ കിടന്ന് പാടുവിടും. മനസ്സിലായ? നമ്മൾ സംശയം എന്നുള്ള ഭാഗമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല, കിട്ടത്തില്ല. അതാണ് ആദ്യം സറണ്ടർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലായി? സറണ്ടർ ചെയ്യാൻ തയ്യാറല്ല. എത്ര കാലം നമ്മുടെ കൂട്ടത്തിൽ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായി? ഒരു കഥയില്ല. മനസ്സിലായ? കാരണം അവർ വേറെ ചില കാര്യം സാധിക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കാം. അവർക്ക് എന്നും പ്രശ്നമായിരിക്കും, എന്നും പ്രശ്നമായിരിക്കും. മനസ്സിലായ? അത് നമ്മൾ സറണ്ടർ ചെയ്യാൻ തയ്യാറാണ്. ഒരാളെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ എങ്ങനെയാണ് ജീവിതം ഉണ്ടാകുന്നത്? ഈ ലോകത്ത് ആരെങ്കിലും ഒരാളുടെ മുമ്പിലെങ്കിലും നമ്മൾ അടിയറ വെക്കണ്ടേ? അപ്പോഴാണ് നമ്മൾ നമ്മുടെ ശരിക്കുള്ള സ്വരൂപം കാണുന്നത്. അപ്പോഴാണ് നമ്മുടെ വിശ്വരൂപം കാണുന്നത്. മനസ്സിലായി? അപ്പോൾ നമ്മുടെ വിശ്വരൂപം കാണും. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഹാ, ഓക്കെ, ഇനി എനിക്ക് മനസ്സിലായി, ഞാൻ എന്നെ വൃത്തിയാക്കി കൊണ്ടുപോയിക്കൊള്ളാം. മനസ്സിലായി? ഒരു പ്രാവശ്യം നമ്മുടെ വിശ്വരൂപം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം ഭയങ്കര വലുതാണ്. പിന്നെ നമ്മളെ തെളിച്ച് കൊണ്ടുപോകണം. വൃത്തികേടിൽ പോയി വീഴരുതും. കണ്ടു, ഒരൊറ്റ ഫ്ലാഷിൽ കണ്ടു നമ്മൾക്ക് ഇങ്ങനൊരു സ്വരൂപം ഉണ്ടെന്ന് കണ്ടാൽ പോരാ, കണ്ടത് വീണ്ടും മങ്ങിപ്പോകും. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വം തന്നെ ഇനി ചെളി ഒഴിവാക്കുക എന്നുള്ളതാണ്. അതാണ് ജീവിതം, അതാണ് ജീവിതം. ഇതാരാണ് ഷിയാബിൻ്റെ മദ്യപാനം നിർത്തിയതാരാണ്? നമ്മളാരുമല്ല. നമുക്കാർക്കും അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല. മനസ്സിലായി? ആര് അവനവൻ്റെ നന്മ ആഗ്രഹിക്കുന്നോ അവനൊക്കെ കിട്ടും, അതിന് യാതൊരു സംശയം വേണ്ട. എന്നിന് ആർക്കും ഇതിൻ്റെ പുറത്ത് യാതൊരു പേറ്റൻ്റ് എടുത്ത് ഞാനാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് പറയാൻ ആർക്കുമില്ല. ഇങ്ങനെയുള്ള ചില ആൾക്കാരാണ് ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചില ആത്മീയ ഗുരുക്കന്മാരെന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ലോകത്തെ ഇത്രയും പരസ്പര വിരുദ്ധമാക്കി കളഞ്ഞത്. മനസ്സിലായ? അത്രയേ ഉള്ളൂ. ഒരു നേതാക്കന്മാരും ഒന്നും വിടാതെ നേതാവായിട്ടിരിക്കുന്നവർ നേതാവായിട്ട് ഇരുന്നോട്ടെ. അവരെന്തിനു വേണ്ടിയിട്ട് നേതാവായിട്ടിരുന്നു അവർ നേതാവായിട്ടിരിക്കട്ടെ. നമുക്ക് ആരുടെയും നേതൃത്വം ഒന്നും വേണ്ട. നമ്മൾ ജീവിച്ചാൽ മതി. ജീവിക്കാൻ ഹൃദയത്തിൻ്റെ സ്പന്ദനം മതി. നമ്മുടെ നേതാവ് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ജീവനാണ്. ജീവനുള്ളിടത്തോളം കാലമല്ലേ നമ്മൾ ഈ കസർത്തത്തുള്ളൂ. ജീവൻ അനുഭവിക്കുന്നതാണ് നമ്മുടെ ജീവിതം. ഇനി വേറെ എന്താ വേണ്ടത്? ഇനി സ്വർണം കിട്ടിയതുകൊണ്ടാവുക, കുറേ ഡയമണ്ട് കിട്ടിയതുകൊണ്ട് ജീവിതമാകുക, ഇതൊക്കെ മേത്തണിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും മെച്ചപ്പെടുക? ഒന്നും മെച്ചപ്പെടുകയില്ല. 2, 3, 4 കോടി രൂപ വിലയുള്ള ഒരു വാച്ച് കിട്ടിയതുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഒരു കഥയുമില്ല. സമയം അറിയാത്തവനാണ് വാച്ച് കിട്ടുന്നത്. മനസ്സിലായ? സമയത്തിന് യാതൊരു മൂല്യമില്ലാത്തവരാണ് വാച്ച് കെട്ടി നടക്കുന്നത്. എന്ത് കാര്യത്തിനാണ്? അപ്പം നമ്മൾ ഇങ്ങനെയുള്ള വിഡ്ഢിവേഷം കെട്ടി നടക്കരുത്. സമൂഹത്തിൽ ഭയങ്കര പോപ്പുലറായിട്ടുള്ളവൻ ആ പോപ്പുലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഭയങ്കര സുഖമൊന്നുമില്ല അവൻ്റെ ജീവിതത്തിൽ, ഒരു സുഖവുമില്ല. ഈ പോപ്പുലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ആ ലെവലിൽ നിൽക്കാണ്ട് പാടുപെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പുറകെ കുറേ ഊത്ത പോലെ കുറേ ആൾക്കാരിങ്ങനെ നടക്കും. മനസ്സിലായ? ഈ വിളക്കിൻ്റെ അടുത്ത് ഈയൽ വന്ന് ചത്തുപോകണവർ ചത്തുപോകല്ലാത്തങ്ങൾ, അത്രയേ ഉള്ളൂ. അവനവൻ്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങുമ്പോൾ കാണുന്നത് എന്താണ്? ആഹാ, കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വളരെ മനോഹരമാണ്. അത് ചെയ്യും തോറും ഇടപെടും തോറും നമുക്ക് കൂടുതൽ ആശ്വാസവും ആനന്ദവും. ഈ സ്റ്റാർ വാല്യൂവും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുടെ പുറകെ നടക്കുന്നവർക്ക് അവരുടെ ഒരു വാല്യൂ അറിയാൻ പറ്റത്തില്ല. മറ്റവനിട്ട് നമുക്കൊരു വാല്യൂ തരത്തുമില്ല. മനസ്സിലായി? വിളക്കിൻ്റെ അടുത്ത് ഈയൽ വരണ പോലെ, അത്രയേ ഉള്ളൂ. ഈ കൂട്ടർക്ക് ആയുസില്ല, എണ്ണപ്പെട്ട ആയുസേ ഉള്ളൂ. അതുകൊണ്ട് സഹകരിക്കുക, വെറുതെ സഹകരിക്കുക. നമ്മളിലെ വിനയം, ബഹുമാനം, ഇതേപ്പറ്റി ഒന്ന് അറിയണം. അതുപോലെ തന്നെ നമ്മുടെ ബോധത്തിന്റെ ഒരു സോഴ്സ്, അതിനെപ്പറ്റി ഇപ്പൊ അറിയേണ്ടതല്ലേ പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ ആ സോഴ്സ് ഇപ്പൊ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ
ഒരു ബഹുമാനമോ ഇതോ എന്താ നമ്മൾ അത് ആ ഒരു സോഴ്സിനെ അറിയാതെയാണ് ഇപ്പം ഈ ഒരു സമൂഹം മുഴുവൻ പല ദൈവങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് യഥാർത്ഥമായിട്ട് ആ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ അതിനൊരു ബഹുമാനം നമ്മൾ എന്തെങ്കിലും അതിനായിട്ട് ചെയ്യേണ്ട, അതിന്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി നമ്മളെ ചലിപ്പിക്കുന്നു. നമ്മൾ ചലിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് വർക്ക് ചെയ്തിട്ടല്ലേ, അല്ലേ ചലിക്കില്ല. അപ്പോൾ ചലിച്ചത് എന്താണ്? ചലിച്ചത് ശരീരമാണ്. എവിടെ നമുക്ക് ആരംഭിക്കാൻ പറ്റും? ശ്രദ്ധ എവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നിൽക്കും. അത് തന്നെത്താൻ കണ്ടുപിടിക്കണം. അപ്പോൾ എവിടെ നമ്മൾ എത്തിയാൽ ശരീരത്തിലേ എത്താൻ പറ്റത്തുള്ളൂ. ശരീരത്തിൽ നിന്നേ തുടങ്ങാൻ പറ്റത്തുള്ളൂ. ശരീരത്തിൽ ആരംഭിക്കണം. കാരണം ശരീരം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആഗ്രഹം ശരീരം ഉള്ളത് കൊണ്ടാണ്. ഇനി ആഗ്രഹം എന്താണ്? ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഈ ആഗ്രഹം. ഈ ഭൂമിയുടെ ആകർഷണ ശക്തിയാണ് ഇവിടെ ഇങ്ങനൊരു കാര്യം സംഭവിക്കാൻ കാരണം. അവിടെ ബോധമല്ല ആദ്യം വരുന്നത് ശരീരമാണ്, ആകർഷണമാണ്. ഈ ആകർഷണത്തിൻ്റെ പ്രവർത്തനത്തെ കൃത്യമാക്കി എടുത്ത് വരുമ്പോഴാണ് നമ്മൾ ബോധത്തെ മനസ്സിലാക്കുന്നത്. മനസ്സിലായി? ഈ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ശരീരത്തിൻ്റെ ജോയിൻറ്റുകളുണ്ട്. ആ ജോയിൻറ്റുകൾക്ക് അകത്തു നിന്നേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടെ കൃത്യതയുണ്ട്. കൃത്യനിഷ്ഠ അവിടെ നിന്നാണ് വരുന്നത്. അത് തോന്നിവാസം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ശരീരം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ശരീരത്തിൻ്റെ കൃത്യതയെ ശ്രദ്ധിക്കാത്തവന് അവൻ്റെ മനസ്സിൽ സങ്കല്പത്തിൽ തോന്നിവാസം നടക്കാം. അപ്പോഴും അവൻ്റെ ശരീരം ഒന്നിന് വഴിപ്പെട്ടിരിക്കുക. ഇവിടെ തോന്നിവാസം കാണിക്കുന്നവരുടെ ശരീരം എവിടെയോ കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുടെ ഭാഗത്ത് ഇരിക്കുകയാണ് നിരന്തരം. അങ്ങനെ കൃത്യമായിട്ടൊരു ഭാഗത്ത് ശരീരത്തെ അടിമ വെച്ചിരിക്കുക. എന്നിട്ട് ഇവൻ്റെ മനസ്സിൽ ഇവൻ തോന്നിവാസം നടക്കുക. പക്ഷേ എവിടെയെങ്കിലും പോകാൻ പറ്റും? ഇങ്ങനെ റബ്ബർ ബാൻഡ് വലിച്ച് നീട്ടുന്ന പോലെ ഇവൻ്റെ മനസ്സിങ്ങനെ പോയിട്ട് അങ്ങനെ കുറേ ദൂരം പോയിട്ട് തിരിച്ചു വിട്ട് അഭയെന്നും പറഞ്ഞ് വന്ന് അടിക്കും. സ്വപ്നം കാണുന്നവൻ ഇത്രയേ സംഭവിക്കാനുള്ളൂ. അലസനായിട്ട് നടക്കുന്നവൻ തിരിച്ച് ശരീരത്തിൽ വന്ന് വീഴും. പക്ഷെ അപ്പം ശരീരം ഏതാണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഉറഞ്ഞിട്ടുണ്ടാകും. എടുത്തു നോക്കുമ്പോൾ അത് മര്യാദക്ക് ഒരുപാട് വേദനിക്കുന്ന ശരീരമായിട്ടുണ്ടാകും. അപ്പോഴവൻ നോക്കുന്നത് ഇങ്ങനെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ ഞാനിതൊന്നും അറിയത്തില്ല. കാരണം ശരീരം മരവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവൻ്റെ മനസ്സിൻ്റെ അഹങ്കാരം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. മനസ്സിനോ എനിക്കെല്ലാം ചെയ്യാനറിയാം, എനിക്ക് അത് ചെയ്യാനറിയാം, എനിക്കിത് ചെയ്യാനറിയാം. അവൻ കാശുണ്ടാക്കി 10 പോഴന്മാരെ പറ്റിച്ച് 10 ചതിയന്മാരെ ചതിച്ചു, 10 കള്ളന്മാരിൽ നിന്ന് മോഷ്ടിച്ചു. അത്രേ നടക്കത്തുള്ളൂ. കള്ളന്മാരിൽ നിന്നേ മോഷ്ടിക്കാൻ പറ്റത്തുള്ളൂ, ചതിയന്മാരെ ചതിക്കാൻ പറ്റത്തുള്ളൂ, നുണയന്മാരുടെ അടുത്തേ നുണ പറയാൻ പറ്റത്തുള്ളൂ, അവരുടെ അടുത്തേ പോകത്തുള്ളൂ. കാരണം ഇവൻ്റെ ശരീരം മരവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഇവന് ഒരുപാട് തോന്നിയാസമൊക്കെ, ഒരുപാട് ആശയങ്ങൾ. ഭയങ്കര വലിയ ഞാൻ മറ്റേ ഈശ്വര ഭക്തനാണ്. അവൻ ഭക്തനാകും, പലതും ആകും. പക്ഷേ ഇവന് നന്മയുടെ ഒരു കണിക പോലും ഇവൻ്റെ ഭാഗത്തുണ്ടാകത്തില്ല. ഇവൻ വലിയ ഭക്തനാണ്. ഇവൻ മറ്റേ ഇറച്ചി മാംസം ഒന്നിനെയും കൊല്ലത്തില്ല, ഞാൻ പച്ചക്കറി മാത്രമേ തിന്നത്തുള്ളൂ. ഡയലോഗൊക്കെ ഭയങ്കര സൂപ്പറാണ്. പക്ഷേ ജീവിതം ഉണ്ടാകത്തില്ല. ഇവൻ്റെ കൂട്ടത്തിൽ 10,000-10,000 ആൾക്കാരും ഉണ്ടാവും, സംഘടനയും ഉണ്ടാവും. ഭയങ്കര വലിയ ശക്തിയാണ്. ഇവനെപ്പറ്റി ആരെങ്കിലും പറഞ്ഞാൽ ഇവൻ്റെ ശിഷ്യന്മാർ എന്ന് അവരെ തല്ലിക്കൊല്ലും. അതാണ് ഈ കൂട്ടർ. മനസ്സിലായി? ഇതൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു ഭാഗവും വേണ്ട. പക്ഷേ ഒരു സംഘടന ഉണ്ടാക്കുകയോ ആത്മീയ ഗുരുവെന്നും പറഞ്ഞ് നടക്കുകയോ ഒന്നുമില്ല. ഒരു ആത്മീയ ഗുരുവുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. പക്ഷേ എല്ലാവരും അവരവരുടെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ജീവിക്കാനുള്ള സർവ്വതും അവരവരിലാണുള്ളത്. ശുഭദിനം. പെർഫെക്റ്റായി വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിലുള്ള താല്പര്യക്കുറവിനെ എങ്ങനെ മറികടക്കാം? അങ്ങനെ ഒരു താല്പര്യക്കുറവുണ്ടായാൽ പല കാരണങ്ങളും ഉണ്ടാവാം. അങ്ങനെ താല്പര്യക്കുറവ് നമ്മളുടെ ഞാനെന്ന് പറഞ്ഞ ഇഷ്ടത്തിനാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം നിൽക്കുന്നത്.
ശരീരം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, ഇത്ര ദിവസമായിട്ട് എഴുന്നേൽക്കുന്നു, പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, വളരെ വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ വൃത്തിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അത്രയേ ഉള്ള കാര്യം. ആ വൃത്തിയിൽ ശ്രദ്ധിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള അവിഹിത ബന്ധത്തെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളത്. വളരെ സിമ്പിളാണ്. അടി ഇതിനകത്ത് സങ്കീർണമായിട്ട് യാതൊന്നുമില്ല. ചില ആൾക്കാരെ അന്വേഷിക്കുന്നത് അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, മനസ്സിലായോ? അന്വേഷിച്ചിട്ട് എത്ര കാലം ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ചെയ്യേണ്ട കാര്യം ചെയ്താൽ മതി, മനസ്സിലായോ? ചില ആൾക്കാർ പറയും ഓറയുണ്ടാ, ആത്മാവുണ്ടാ, അതുണ്ടാ, ഇതുണ്ടാ. എന്ത് കാര്യത്തിനാണ്? അതൊക്കെ എവിടെയെങ്കിലും ഉണ്ടായിക്കോട്ടെ. നമ്മളുണ്ടെങ്കിൽ നമ്മളിൽ എന്തുണ്ട് അവിടെ തൊട്ട് തുടങ്ങിയാൽ മതി. വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ടുള്ള ഭാഗത്തോട്ട് അന്വേഷിക്കില്ല. കാരണം ഞാൻ വലിയ കേമനാണ്, മനസ്സിലായോ? ഈ ആത്മീയഗുരുക്കന്മാരെ അന്വേഷിച്ച് നടക്കുന്നത് നല്ല അഹങ്കാരമുള്ള ആൾക്കാരാണ്, മനസ്സിലായി? കാരണം വീട്ടിലും നാട്ടിലുള്ള എല്ലാവരും സഹകരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അത്രയേ ഉള്ളൂ, മനസ്സിലായോ? ഇറങ്ങിപ്പോകുന്ന അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മളായിട്ടിരിക്കുന്ന ഭാഗത്ത് എവിടെയാണെങ്കിലും ജീവിക്കാം, എല്ലാവരുമായിട്ട് അവിടെ സഹകരിക്കാം, മനസ്സിലായോ? ആ ഭാഗം അങ്ങനെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു ഗുരുക്കന്മാരുടെ ആവശ്യമില്ല. എളിമപ്പെട്ടാൽ മാത്രം മതി, എവിടെയും ജീവിക്കാം സ്വസ്ഥമായിട്ട്. രോഗത്തിന് മരുന്ന് കഴിക്കണോ അതോ അതും വേണ്ടേ? അല്ല, രോഗത്തിന് മരുന്ന് കഴിക്കണം. കാരണം രോഗത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം മരുന്ന് ചെല്ലുന്നതാണ്, അല്ലേ? രോഗം വരാൻ കാരണം എന്താണ്? രോഗത്തിന് മരുന്ന് കഴിക്കണം, ഒരു സംശയം വേണ്ട. കാരണം രോഗം ആഗ്രഹിക്കുന്നത് മരുന്നാണ്. മരുന്ന് ചെന്നേ പറ്റുള്ളൂ. രോഗം നമ്മൾ എന്താണ്? നമ്മൾ രോഗമാണ്. ഞാൻ രോഗമാണെങ്കിൽ പിന്നെ അവിടെ രക്ഷയില്ല. ഞാനെന്താണ്? ഞാൻ രോഗമാണോ അതോ എൻ്റെ ശരീരത്തിന് രോഗമുണ്ടോ? രോഗത്തിന് മരുന്ന് കൊടുക്കണം. ഞാൻ രോഗമാണെങ്കിൽ പിന്നെ ഞാനെങ്ങനെയാണ്? എന്ത് ചെയ്യാനാണ്? ഞാനേ രോഗമാണ്. ശ്രദ്ധിക്കണേ, ഞാനേ രോഗമാണ്. അത് പിന്നെ നിലനിൽക്കത്തില്ലല്ലോ. മരുന്ന് വെച്ചിട്ടും കാര്യമില്ല. കാരണം ഞാൻ രോഗമായിപ്പോയി. ഞാൻ രോഗമല്ലെങ്കിൽ, ആ ഞാനായിട്ട് രൂപം കൊണ്ടിരിക്കുന്നത് രോഗമല്ലെങ്കിൽ, അതിന് പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ, അത് പ്രവർത്തിക്കുന്നതിൻ്റെ തുടർച്ചയുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. എവിടെയാ പ്ലേസ്? എനിക്ക് വരണം. അതിരപ്പള്ളി വെറ്റിലപ്പാറ പിക്സി കോട്ടേജ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. പിക്സി കോട്ടേജ്. സ്വാമി പറയുന്നുണ്ട് ഗുരു വേണ്ടാന്ന്. പിന്നെ എന്തിനാ സ്കൂളിൽ പോയി പഠിക്കുന്നത്? വീട്ടിലിരുന്ന് പഠിച്ചാൽ പോരെ? അറിവിൻ്റെ വെളിച്ചം പകർന്നു തരുന്നത് അധ്യാപകരല്ലേ? അവരും ഗുരുക്കന്മാരല്ലേ? ഈ അറിവിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കണമല്ലേ? അറിവ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഈ പഠിച്ചിട്ടുള്ളവർ എന്താണ് ചെയ്യുന്നത്? എന്താണ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ പഠിക്കുക, മനസ്സിലായി? ഞാൻ പറയണതുകൊണ്ട് ആരും ഒന്നും ചെയ്യണ്ട, മനസ്സിലായ? ഞാൻ പറയുന്നതുകൊണ്ട് ഒരു കാര്യം ചെയ്യണ്ട. ഒരിക്കലും ഞാൻ പറയുന്നൊരു കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എന്തിൻ്റെ ഭാഗത്താണ് ഉൾപ്പെട്ടിരിക്കുന്നത്. മറ്റൊരാൾ പറയുമ്പോൾ ഉടനെ അത് ശരിയാണെന്ന് തോന്നുന്നു, തെറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ശരിയും തെറ്റും മര്യാദക്ക് തിരിച്ചറിയാനുള്ള ഒരു പ്രാപ്തി പോലും ഇല്ലാത്ത സമൂഹമാണ്. ഇത്രയും സ്കൂളുകളും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഇപ്പോഴും സംശയമുണ്ടെങ്കിൽ എന്താ കാര്യം? ഈ സംവിധാനം തെറ്റാണ്, മനസ്സിലായ? നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന സംവിധാനം തെറ്റാണ്. നമ്മൾ നേരെ നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഭാഗം അവിടെ ഉള്ളതിനെ തിരിച്ചറിയുക. ഇപ്പോഴും വഴിതെറ്റിക്കും. സമൂഹത്തെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കണം. സമൂഹത്തെ വഴിതെറ്റിക്കാൻ പറ്റുമെന്നുള്ള ഭാഗം അവിടെ ഉറപ്പാണ്, അല്ലേ? എന്നുവെച്ചാൽ അടിസ്ഥാനമില്ലാത്തൊരു സമൂഹം. എന്തിനാണ് കോടതിയും പോലീസും എല്ലാം ഇങ്ങനെ ഓടി നടക്കുന്നത്? കാരണം മനുഷ്യർക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവുമില്ല. എവിടെ അക്രമവും വ്യഭിചാരവും അസ്വസ്ഥതയും രോഗവും കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും ഇത് വൃത്തിയായിട്ട് വെടുപ്പായിട്ട് വരികയല്ലേ വേണ്ടത്? കാരണം പ്രാപ്തി വളരുകയല്ലേ വേണ്ടത്? ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ കൂടുതൽ വൃത്തിയുള്ളവരായിട്ട് മാറുകയല്ലേ വേണ്ടത്? അതല്ലേ ജീവിതം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കൂടുതൽ വഷളാകുന്നത്? എങ്ങനെയാണ്?
അഴുക്ക് അതിനകത്ത് കിടന്നിട്ട് ആ അഴുക്ക് കോരി കുളിച്ച് കഴിഞ്ഞാൽ നാറത്തേ ഉള്ളൂ. മനസ്സിലായോ? ഇത് ഓടയിൽ കിടന്ന് വെള്ളം കോരി കുളിച്ചാൽ തെളിവോ? ഓടയിൽ കിടന്ന് കുളിച്ചാൽ ഒരിക്കലും തെളിച്ചം ഉണ്ടാകത്തില്ല. ഓടയിൽ നിന്ന് കരയിൽ കയറണം. പന്നി ഓടയിൽ വീണ് കഴിഞ്ഞാൽ അത് ഓടയിൽ കിടന്ന് ജീവിക്കും. പക്ഷെ ഒരു ആട്ടും കുഞ്ഞാണ് ഓടയിൽ വീഴുന്നതെങ്കിൽ അതവിടെ കിടന്ന് നിലവിളിക്കും അല്ലേ? അതിന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് ഇരുന്നാൽ മാത്രമേ. നമ്മുടെ മേത്തൊരു മുള്ള് കയറി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എടുത്തു കളയും. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു മുള്ള് പോലും നമ്മുടെ ശരീരത്തിൽ ഒരു സ്ഥലത്തും തറക്കാൻ നമ്മൾ അനുവദിക്കത്തില്ല. അതുപോലെ ആയിരിക്കണം എപ്പോഴും ജീവിതം. ഒരു ചെറിയ മുള്ള് പോലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ഹൃദയത്തിലും ഒരു ഭാഗത്തും ഉണ്ടാകരുത്. അത്രയും കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകണം. അത് അവനങ്ങനെ ചെയ്താണ്ട് അവനോട് ഞാൻ മിണ്ടത്തില്ല. ഒരു മുള്ളിങ്ങനെ അടിച്ചു കയറ്റുകയാണ്. അവനങ്ങനെ ചെയ്തു. അവനിട്ട് പണി കൊടുക്കാൻ ഞാൻ സഫർ ചെയ്യുക, അവനിട്ട് പണി കൊടുക്കാൻ ഞാൻ വേദനിക്കുകയാണ്. എന്തൊരു ഒരു മനുഷ്യത്വമാണ്. അവൻ ചെയ്ത പ്രവൃത്തി തെറ്റായിപ്പോയി. അതിന് വെറുപ്പ് എന്നില്ല. അവൻ പോയി, പക്ഷെ വെറുപ്പ് എന്നില്ല. ഞാനാണ് നശിക്കുന്നത്. അത് എന്തൊരു വിവേകം, എന്ത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നാണ് ഇങ്ങനൊരു മാനസികാവസ്ഥയിലോട്ട് മനുഷ്യനെത്തുന്നത്? മറ്റൊരാളെ പറ്റിച്ച് ഭക്ഷണത്തിൽ മായം ചേർത്ത് കൊടുക്കുക. ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? എന്നിട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്ന ലാഭമല്ല, അതിനകത്ത് നിന്ന് കിട്ടുന്ന രോഗമാണ്. അതിനകത്ത് നിന്ന് രോഗമേ കിട്ടത്തുള്ളൂ. നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ കൃഷിയിടത്തിൽ വിഷം തളിച്ച് കൃഷി ഉണ്ടാക്കിയെടുക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുന്നു. കഴിക്കേണ്ടത് ആരാണ്? നമ്മളെപ്പോലെ. ഇത് നമുക്കും തിരിച്ച് ഇത് തന്നെ കിട്ടുന്നു. വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന അഴിമതി ബൂംറാങ് ചെയ്ത് നമ്മളുടെ അടുത്തോട്ട് തന്നെ വരും. അപ്പോൾ അന്വേഷിക്കേണ്ടത് നമ്മൾ എവിടെയാണ് ചവിട്ടി നിൽക്കുന്നത്, അവിടെ നിന്ന് തുടങ്ങണം. അതിൽ ഭയങ്കര വലിയ ആത്മജ്ഞാനമൊന്നും നേടണ്ട, ഒന്നും നേടണ്ട. ചെയ്യുന്ന പ്രവൃത്തി പരിശോധിക്കുക, അവിടെ ആത്മാർത്ഥത കൊണ്ടുവരിക, തുടർച്ചയുണ്ടാവും. അത് മനോഹരമായിട്ടായിരിക്കും. വേണ്ടതിൽ വന്നെത്തിക്കോളും.